കേരളത്തിന്റെ സാമ്പത്തിക തട്ടിപ്പുകളുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു അധ്യായമാണ് ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ്. ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് സാധാരണക്കാരായ നൂറുകണക്കിന് ആളുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ സമാഹരിച്ച് നടത്തിയ ഈ തട്ടിപ്പ് മലബാർ മേഖലയെ, പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളെ പിടിച്ചുകുലുക്കി. ഒരു ജനപ്രതിനിധിയും ഒരു മതപണ്ഡിതനും നേതൃത്വം നൽകി എന്നതു തന്നെയായിരുന്നു ഈ തട്ടിപ്പിന്റെ ആഴവും പരപ്പും വർദ്ധിപ്പിച്ചത്. ലാഭക്കൊതിയല്ല, മറിച്ച് തങ്ങൾ വിശ്വസിച്ച നേതാക്കളിലുള്ള അടിയുറച്ച പ്രതീക്ഷയായിരുന്നു പലരെയും ഈ ചതിക്കുഴിയിൽ വീഴ്ത്തിയത്. ഫാഷൻ ഗോൾഡിന്റെ വളർച്ചയുടെയും തകർച്ചയുടെയും പിന്നാമ്പുറ കഥകൾ ഒരു സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ മാത്രമല്ല, വിശ്വാസവഞ്ചനയുടെയും സാമൂഹിക ദുരന്തത്തിന്റെയും കൂടി കഥയാണ്. നമസ്കാരം, ഞാൻ രഞ്ജിത്ത് കൃഷ്ണൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2006 ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണൽ എന്ന പേരിൽ ഒരു ജുവലറി ശൃംഖലയുടെ തുടക്കം. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലായി പയ്യന്നൂർ, ചെറുവത്തൂർ എന്നിവിടങ്ങളിൽ ശാഖകളുമായി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ സാധാരണ ജുവലറികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രവർത്തന രീതിയാണ് ഇവർ മുന്നോട്ട് വെച്ചത്. ഇത് വെറും ഒരു സ്വർണ്ണക്കച്ചവടമായിരുന്നില്ല, മറിച്ച് ഒരു നിക്ഷേപ പദ്ധതിയായിരുന്നു. മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാവും മഞ്ചേശ്വരം MLA MC കമറുദ്ദീൻ ചെയർമാനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രാദേശിക നേതാവും മതപണ്ഡിതനുമായിരുന്ന PK പൂക്കോയ തങ്ങൾ മാനേജിംഗ് ഡയറക്ടറുമായിരുന്നു. ഈ രണ്ടു പേരുടെയും സമൂഹത്തിലുള്ള സ്ഥാനവും വിശ്വാസ്യതയുമായിരുന്നു ഫാഷൻ ഗോൾഡിന്റെ പ്രധാന മൂലധനം. പലിശ വാങ്ങുന്നത് മതവിശ്വാസ പ്രകാരം ഹറാം എന്ന് കരുതുന്ന വലിയൊരു വിഭാഗം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ ലക്ഷ്യമിട്ടായിരുന്നു ഇവരുടെ പ്രവർത്തനം. ബാങ്കിൽ പണം നിക്ഷേപിച്ചാൽ ലഭിക്കുന്നത് പലിശയാണ്, എന്നാൽ ഫാഷൻ ഗോൾഡിൽ നിക്ഷേപിച്ചാൽ ലഭിക്കുന്നത് കച്ചവടത്തിൽ നിന്നുള്ള ഹലാൽ ആയ ലാഭവിഹിതമാണ് എന്നായിരുന്നു ഇവരുടെ പ്രധാന വാഗ്ദാനം. 1 ലക്ഷം രൂപ നിക്ഷേപിക്കുന്നയാൾക്ക് മാസം 1000 രൂപ മുതൽ 1200 രൂപ വരെ, അതായത് വർഷം 12% മുതൽ 14% വരെ ലാഭം ലഭിക്കുമെന്ന് അവർ ഉറപ്പു നൽകി. ഈ ആകർഷകമായ വാഗ്ദാനം സാധാരണക്കാരെയും പ്രവാസികളെയും ഒരുപോലെ ആകർഷിച്ചു. തങ്ങളുടെ ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ, പെൺമക്കളുടെ വിവാഹത്തിനായി കരുതിവെച്ച പണം, പെൻഷൻ തുക, വിദേശത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ധനം എന്നിവയെല്ലാം നല്ലൊരു വരുമാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ജനങ്ങൾ ഫാഷൻ ഗോൾഡിൽ നിക്ഷേപിച്ചു. ഫാഷൻ ഗോൾഡിന്റെ പ്രവർത്തന രീതി പ്രത്യക്ഷത്തിൽ ലളിതമായിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ അതൊരു സങ്കീർണമായ ചതിയുടെ വലയായിരുന്നു. കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിലും പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കാൻ അവർക്ക് അധികാരമില്ലായിരുന്നു. ഈ നിയമപരമായ തടസ്സം മറികടക്കാൻ അവർ കണ്ടെത്തിയ മാർഗം നിക്ഷേപകരെ കമ്പനിയുടെ ഷെയർ ഹോൾഡർമാരോ ഡയറക്ടർമാരോ ആക്കുക എന്നതായിരുന്നു. പണം നൽകുന്നവർക്ക് അതിന് തുല്യമായ ഷെയർ നൽകുന്നുവെന്ന വ്യാജേന രേഖകൾ ഉണ്ടാക്കി. ലക്ഷങ്ങൾ നിക്ഷേപിച്ചവർക്ക് പോലും നിയമപരമായ ഷെയർ സർട്ടിഫിക്കറ്റുകൾ നൽകിയിരുന്നില്ല. പകരം ഒരു ഉറപ്പിനായി മുദ്രപത്രത്തിൽ ഒപ്പിട്ട് നൽകുകയോ ചെക്കുകൾ നൽകുകയോ മാത്രമാണ് ചെയ്തിരുന്നത്. പലർക്കും നൽകിയ ചെക്കുകൾ അക്കൗണ്ടിൽ പണമില്ലാതെ മടങ്ങി. പിന്നീട് നടന്ന അന്വേഷണത്തിൽ മാനേജിംഗ് ഡയറക്ടർ പൂക്കോയ തങ്ങൾ നൽകിയ പല ചെക്കുകളിലും വ്യാജ ഒപ്പാണ് ഇട്ടിരുന്നതെന്നും പരാതികൾ ഉയർന്നു. ആദ്യകാലങ്ങളിൽ നിക്ഷേപിച്ചവർക്ക് കൃത്യമായി ലാഭവിഹിതം നൽകി വിശ്വാസം നേടിയെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞു. പുതിയ നിക്ഷേപകരിൽ നിന്ന് ലഭിക്കുന്ന പണം ഉപയോഗിച്ച് പഴയ നിക്ഷേപകർക്ക് ലാഭം നൽകുന്ന പോൺസി തട്ടിപ്പിന് സമാനമായ ഒരു രീതിയാണ് ഇവർ പിന്തുടർന്നതെന്ന് അന്വേഷണ സംഘം പിന്നീട് കണ്ടെത്തി. കമറുദ്ദീന്റെ രാഷ്ട്രീയ സ്വാധീനവും പൂക്കോയ തങ്ങളുടെ മതപരമായ മുഖവും ഉപയോഗിച്ച് അവർ സാധാരണക്കാരുടെ വിശ്വാസം ചൂഷണം ചെയ്യുകയായിരുന്നു. ഏകദേശം 1 ദശാബ്ദത്തോളം വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോയെങ്കിലും 2016 നോട്ട് നിരോധനത്തിന് ശേഷമാണ് കമ്പനിയുടെ അടിത്തറ ഇളകിയത്. കള്ളപ്പണ ഇടപാടുകൾക്ക് നിയന്ത്രണം വന്നതോടെ ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾക്ക് തിരിച്ചടി നേരിട്ടു. 2017 മുതൽ നിക്ഷേപകർക്ക് ലാഭവിഹിതം മുടങ്ങാൻ തുടങ്ങി. ഇതേക്കുറിച്ച് ചോദിച്ചവരോട് പല വിധത്തിലുള്ള എക്സ്ക്യൂസസ് പറഞ്ഞു. ബിസിനസ് നഷ്ടത്തിലാണെന്നും GST വന്നതുകൊണ്ടാണ് പ്രശ്നമെന്നും സ്വർണ്ണവിലയിലുണ്ടായ ഏറ്റക്കുറച്ചിലുകളാണ് കാരണമെന്നും പലരെയും വിശ്വസിപ്പിച്ചു. തങ്ങളുടെ നേതാക്കൾ തങ്ങളെ ചതിക്കില്ലെന്ന് വിശ്വസിച്ച പലരും ക്ഷമയോടെ കാത്തിരുന്നു. എന്നാൽ 2019 അവസാനത്തോടെ ജ്വല്ലറിയുടെ ശാഖകൾ ഓരോന്നായി അടച്ചുപൂട്ടാൻ തുടങ്ങി. ഇതോടെയാണ് തങ്ങൾ വഞ്ചിക്കപ്പെടുകയാണെന്ന യാഥാർത്ഥ്യം നിക്ഷേപകർ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. മുടക്കിയ പണമോ ലാഭവിഹിതമോ തിരികെ ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ പലരും നിയമത്തിന്റെ വഴി തേടാൻ തീരുമാനിച്ചു. 2020 ഓഗസ്റ്റ് മാസത്തിലാണ് ഫാഷൻ ഗോൾഡിനെതിരെ ആദ്യത്തെ പരാതികൾ പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് ചന്തേര, കാസർഗോഡ് പോലീസ് സ്റ്റേഷനുകളിലായി പരാതികളുടെ പ്രവാഹമായിരുന്നു. 100 കണക്കിന് ആളുകളാണ് തങ്ങളുടെ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് കാണിച്ച് പരാതി നൽകിയത്. കേസിന്റെ വ്യാപ്തിയും ഗൗരവവും കണക്കിലെടുത്ത് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിക്കുകയും കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തു. അന്നത്തെ മഞ്ചേശ്വരം MLA ആയിരുന്ന MC കമറുദ്ദീൻ ആയിരുന്നു കേസിലെ 1-ാം പ്രതി. തുടക്കത്തിൽ തനിക്കിതിൽ പങ്കില്ലെന്നും താനൊരു സൈലന്റ് പാർട്ട്ണർ മാത്രമാണെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കമറുദ്ദീൻ ശ്രമിച്ചെങ്കിലും അന്വേഷണത്തിൽ അദ്ദേഹത്തിന്റെ സജീവ പങ്കാളിത്തം വ്യക്തമായി. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ 2020 നവംബർ 7 കമറുദ്ദീനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ഒരു സിറ്റിംഗ് MLA സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലാകുന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കി. ഏകദേശം 96 ദിവസം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത്.
കേസിലെ മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്ന മാനേജിംഗ് ഡയറക്ടർ ടി.കെ. പൂക്കോയ തങ്ങൾ കമറുദ്ദീന്റെ അറസ്റ്റിന് പിന്നാലെ ഒളിവിൽ പോയി. 10 മാസത്തോളം നേപ്പാളിലടക്കം ഒളിവിൽ കഴിഞ്ഞ ഇയാൾ 2021 ഓഗസ്റ്റിൽ ഹോസ്ദുർ കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. 93 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പൂക്കോയ തങ്ങൾക്കും ജാമ്യം ലഭിച്ചു. കമറുദ്ദീന്റെ അറസ്റ്റ് മുസ്ലിം ലീഗിനും UDFനും വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് ഭരണപക്ഷം ഈ വിഷയം വലിയൊരു പ്രചാരണായുധമാക്കി. തട്ടിപ്പിനിരയായവർക്ക് നീതി നൽകണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും രംഗത്തെത്തി. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് സമാന്തരമായി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസിൽ അന്വേഷണം ആരംഭിച്ചു. ഫാഷൻ ഗോൾഡിന്റെ മറവിൽ വലിയ തോതിലുള്ള കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് ED കണ്ടെത്തി. നിക്ഷേപകരിൽ നിന്ന് സമാഹരിച്ച പണം ഉപയോഗിച്ച് കമറുദ്ദീനും പൂക്കോയ തങ്ങളും സ്വന്തം പേരിലും ബന്ധുക്കളുടെ പേരിലും കോടിക്കണക്കിന് രൂപയുടെ ഭൂമിയും മറ്റ് ആസ്തികളും വാങ്ങിക്കൂട്ടിയതായി അന്വേഷണത്തിൽ തെളിഞ്ഞു. ED നടത്തിയ അന്വേഷണത്തിൽ ഏകദേശം 150 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പ്രാഥമിക നിഗമനം. കേസിന്റെ ഭാഗമായി പ്രതികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള 19.62 കോടി രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടി. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ 168 കേസുകളിലായി 26 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയിരുന്നു. പിന്നീട് കൂടുതൽ പേർ പരാതിയുമായി വന്നതോടെ കേസുകളുടെ എണ്ണം 260 കടന്നു. 2025 ഏപ്രിൽ മാസത്തിൽ കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി MC കമറുദ്ദീനെയും പൂക്കോയ തങ്ങളെയും ED വീണ്ടും അറസ്റ്റ് ചെയ്തു. ഇത് കേസിന്റെ അന്വേഷണത്തിലെ ഒരു പുതിയ ഘട്ടത്തിന് തുടക്കം കുറിച്ചു. ഫാഷൻ ഗോൾഡ് തട്ടിപ്പിന്റെ ഏറ്റവും വലിയ ഇരകൾ സാധാരണക്കാരായ മനുഷ്യരായിരുന്നു. ഗൾഫിൽ വർഷങ്ങളോളം കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം മുഴുവൻ നിക്ഷേപിച്ച പ്രവാസികൾ, മകളുടെ കല്യാണത്തിനായി കരുതിയ സ്വർണവും പണവും നൽകിയ രക്ഷിതാക്കൾ, വാർദ്ധക്യകാലത്ത് ഒരു വരുമാന മാർഗമാകുമെന്ന് കരുതി പെൻഷൻ തുക നിക്ഷേപിച്ചവർ, ഭർത്താവിന്റെ മരണശേഷം ലഭിച്ച തുക നൽകിയ വിധവകൾ എന്നിങ്ങനെ 100 കണക്കിന് ഹൃദയഭേദകമായ കഥകളാണ് ഈ തട്ടിപ്പിന് പിന്നിലുള്ളത്. പണം നഷ്ടപ്പെട്ട പലരുടെയും ജീവിതം താളം തെറ്റി. പല കുടുംബങ്ങളും കടക്കെണിയിലായി. തങ്ങളെ ചതിച്ചത് തങ്ങൾ നേതാക്കളായി കണ്ടിരുന്നവരാണെന്ന തിരിച്ചറിവ് അവരെ മാനസികമായി തളർത്തി. നീതിക്ക് വേണ്ടിയുള്ള അവരുടെ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ്. ആക്ഷൻ കമ്മിറ്റികൾ രൂപീകരിച്ച് അവർ നിയമ പോരാട്ടം നടത്തുന്നു. കണ്ടുകെട്ടിയ സ്വത്തുക്കൾ വിറ്റ് തങ്ങളുടെ പണം തിരികെ ലഭിക്കുമെന്ന നേരിയ പ്രതീക്ഷയിലാണ് അവരിന്നും ജീവിക്കുന്നത്. ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേരള സമൂഹത്തിന് നൽകുന്ന പാഠങ്ങൾ ചെറുതല്ല. അമിതമായ ലാഭം വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപ പദ്ധതികളെ എപ്പോഴും സംശയത്തോടെ കാണണം. നിയമപരമായ രേഖകളില്ലാതെയും സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താതെയും നിക്ഷേപം നടത്തുന്നത് അപകടകരമാണ്. ഒരു വ്യക്തിയുടെ രാഷ്ട്രീയമോ മതപരമോ ആയ സ്ഥാനമോ പ്രശസ്തിയോ സാമ്പത്തിക ഇടപാടുകൾക്ക് ഒരു മാനദണ്ഡമാക്കരുത്. കൃത്യമായ രേഖകളും നിയമപരമായ ഉറപ്പുകളുമാണ് പ്രധാനം. ഹലാൽ നിക്ഷേപം പോലുള്ള പേരുകളിൽ വരുന്ന പദ്ധതികളുടെ നിയമപരമായ സാധുത പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. പലിശയല്ലാത്ത ലാഭവിഹിതം എന്നത് ആകർഷകമായി തോന്നാമെങ്കിലും അതിന്റെ മറവിൽ നടക്കുന്ന ചതിക്കുഴികളെക്കുറിച്ച് ബോധവാന്മാരാകണം. വർഷങ്ങൾക്കിപ്പുറവും ഫാഷൻ ഗോൾഡ് തട്ടിപ്പിന്റെ അലയൊലികൾ അവസാനിച്ചിട്ടില്ല. നിയമ നടപടികൾ പുരോഗമിക്കുമ്പോഴും തങ്ങളുടെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട 100 കണക്കിന് മനുഷ്യർ നീതിക്കായി കാത്തിരിക്കുന്നു. ഒരു ജനതയുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് കെട്ടിപ്പൊക്കിയ ഒരു സാമ്പത്തിക സാമ്രാജ്യം തകർന്നടിയുമ്പോൾ അത് അവശേഷിപ്പിക്കുന്നത് സാമ്പത്തിക നഷ്ടം മാത്രമല്ല, ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകൾ കൂടിയാണ്. ഭാവിയിൽ ഇത്തരം ചതിക്കുഴികളിൽ വീഴാതിരിക്കാനുള്ള ഒരു വലിയ പാഠപുസ്തകമാണ് ഫാഷൻ ഗോൾഡ് തട്ടിപ്പിന്റെ കഥ. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.